What a place! ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ഇപ്പോൾ ഡനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഡനാങ് കവർ ചെയ്യുന്നതിന് മുമ്പ് പ്രിയയ്ക്ക് വിയറ്റ്നാമിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. രണ്ട് സ്ഥലമായിരുന്നു. ഒന്ന് ഹൊയാൻ, വിച്ച് ഇസ് എ ബ്യൂട്ടിഫുൾ ലാൻറ്റേൺ ടൗൺ എന്ന് പറഞ്ഞ് ഫേമസ് ആണ്. പിന്നെ ഒന്ന് ബാന്ന ഹിൽസ്. സോ നമ്മൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. പിന്നെ ഞങ്ങൾ ട്രാവൽ വിത്ത് OHF വിയറ്റ്നാമിലേക്ക് ഒരു ഫാമിലി ട്രിപ്പും ഒരു ട്രാവൽ ഏജൻസിയാണ്. അതുപോലെ തന്നെ ബാങ്കോക്കിലേക്ക് ഒരു വുമൻസ് ഓൺലി ട്രിപ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്. ബാങ്കോക്ക് ഉള്ള തായ്ലൻഡിലേക്ക്. രണ്ടും അത്യാവശ്യം ലക്ഷറി ട്രിപ്പ് ആയിരിക്കും. സോ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു വ്ളോഗിൽ ഇടാം. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ അടി കാണുന്ന നമ്പറിൽ പ്രിൻസിനെ കോൺടാക്ട് ചെയ്തോ. അത് സമ്മർ വെക്കേഷൻ ടൈമിലായിരിക്കും. സോ ഒരു മാർച്ച് ഏപ്രിൽ മെയ് ടൈമിലായിരിക്കും നമ്മൾ ഈ ട്രിപ്സ് പ്ലാൻ ചെയ്തത്. നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. അതും കൂടെയാണ് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയൊക്കെ വെക്കുന്നുണ്ട്. സോ നേരെ നമുക്കിന്ന് ഹൊയാനിലേക്ക് പോവാം. ഇവിടുന്ന് ടാക്സിയാണ്. ഇപ്പം ഡനാങ് സിറ്റി സെൻറ്ററിൽ നിന്ന് ഹൊയാൻ വരെ ഏകദേശം ഒരു 1200 രൂപയായിരിക്കും ടാക്സിയെ. ഇന്ന് ഫോട്ടോ എടുത്ത് ഫുൾ സെറ്റ് ആവാൻ വേണ്ടി ഫുൾ ആന്റിസിപ്പേഷനിലാണ്. അതിനാണ് ഇത്രയും ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. ജനുവരി ഈ വർഷം മൊത്തം എനിക്ക് നല്ലത് വരണം, എല്ലാവർക്കും നല്ലത് വരണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഡ്രസ് എടുത്തു. പുതിയ ഡ്രസ്സാണിത്. ബാങ്കോക്ക് ഫാഷൻ. ഓക്കെ. അതുപോലെ തന്നെ മാച്ച്. ഓ, എന്തായാലും ഇതിനൊരു അപ്പൊ എന്തായാലും ഇതിനൊരു 19 ഫോട്ടോസ് പ്രിയയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ വരും. ഓക്കെ. ആൻഡ് ഇതിന്റെ കൂടെ മാച്ചിങ് ആയിട്ട് പ്രിയക്ക് ഇവിടുന്ന് കോംപ്ലിമെന്ററി കിട്ടിയ ഒരു സഞ്ചിയായിട്ട് ഷോപ്പിംഗ് ബാഗ് അതും എടുത്തിട്ടുണ്ട്. ഹൊയാനിലേക്ക് പോകുന്നത്. ഹായ്, ഇതേ മിക്കി മൗസ് നിൽക്കുന്നു. അത് അടുത്ത ക്യൂട്ടി. അടുത്ത ക്യൂട്ടി. ഞാൻ പറഞ്ഞു ജനുവരി 1-ാം തീയതിയാണ്. എല്ലാരും നന്നായിട്ട് ഇരുന്നാൽ ഈ വർഷം മൊത്തം നല്ലായിരിക്കും. വെറുതെ വഴക്കടിക്കാൻ നിൽക്കരുത്, വാശി കാണിക്കരുത്, കരയരുത്, നമ്മൾ വഴക്കടിക്കരുത്. അതെ, അത് കുറച്ച് പാടായിരിക്കും. പോവാം. ഞാൻ അറിഞ്ഞുകൊണ്ട് 1-ാം തീയതി തന്നെ പ്ലാൻ ചെയ്തതാണ്. കാരണം കണ്ട റോഡ് കണ്ട കംപ്ലീറ്റ് കാലിയായിരിക്കും. 1-ാം തീയതി കംപ്ലീറ്റ് ഇവിടെ ഒരു റിലാക്സേഷൻ സെറ്റപ്പ് അല്ലേ. അതുകൊണ്ട് ഹൊയാൻ പൊതുവെ ഭയങ്കര ടൂറിസ്റ്റിയാണ്. ഹോപ്പ്ഫുള്ളി ഹൊയാൻ ഇന്ന് കാലിയായിരിക്കും. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ തുറന്നും കാണും. ഹൊയാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതൊരു മസ്റ്റ് വിസിറ്റ് ആണ് വിയറ്റ്നാമിൽ. ആദ്യമേ പ്രിയ എന്നോട് ഒരു ഫുഡ് വേണം എന്ന് പറഞ്ഞ് കാറി വെച്ച് അങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ല. ബട്ട് ആദ്യമേ അവിടെ തന്നെ കഴിക്കാം. ഇവിടെ കുറേ യുണീക്നെസ് ഉണ്ട്. ഒരു ദിവസം മതി നമുക്ക് ഇവിടെ ഒന്ന് ഫുള്ളായിട്ട് എൻജോയ് ആയിട്ട്. ഞാൻ കാണിച്ചു തരാം. സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ 2 to 3 days ഉണ്ട്. കാരണം ഇവിടെ ഉണ്ടല്ലോ ഹൊയാനിൽ നല്ല ബീച്ചസ് ഉണ്ട്. മിക്കവരുടെ വിചാരം ഡനാങ്ങിലാണ് നല്ല ബീച്ചസ്. അല്ല, ഈ ഹൊയാനിൽ തന്നെ കുറേ നല്ല ബീച്ച് ഏരിയ ഉണ്ട് താമസിക്കാൻ. ഓൾഡ് ടൗൺ ഉണ്ട്, കോക്കനട്ട് ഗ്രോവ്സ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ള. സോ നമുക്ക് ഇവിടെ വേണമെങ്കിൽ താമസിച്ചാലും കുഴപ്പമില്ല 2 to 3 days. അല്ലെങ്കിൽ 1 day വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കണ്ടിറങ്ങാൻ പറ്റുക. ഭയങ്കര രസമാണ്. ഇത് നമ്മൾ ഓൾഡ് ടൗണിൻ്റെ ജസ്റ്റ് വെളിയിലാണ്. പക്ഷെ ഇവിടെ വരെ ഇത് സോ ബ്യൂട്ടിഫുൾ ആസ്. കുറച്ച് ഒരു സിമിലാരിറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് 2-3 years ബാക്ക് ഞാനും എൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നപ്പോൾ, അന്തും ജെഫ്രായിട്ട് വന്നപ്പോൾ ഇവിടെ കയറി കഴിച്ചിട്ടുണ്ട്. പ്രിയയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ ഇത് കഴിക്കാനായി ഇവിടെ കൊണ്ടുവരുന്നതെന്ന്. ഫസ്റ്റ് ഇംപ്രഷൻ ഹൊയാൻ്റെ ഒരു ഫോർട്ട് കൊച്ചി വൈബ് കിട്ടുന്നുണ്ടോ? ഇതൊന്നും അല്ല ഹൊയാൻ്റെ. ശരിക്കുള്ള ഞാൻ കാണിച്ചതാ. കാറി വെച്ച് എന്തോ വേണമെന്ന് പറഞ്ഞല്ലോ. ആ, 1-ാം തീയതി ആയിട്ട് എന്തോ കഴിക്കാൻ തോന്നുന്നൊക്കെ. പിന്നെ എന്താ ആഗ്രഹിച്ചാലും നടക്കണ്ടേ 1-ാം തീയതി. പ്രതീക്ഷിച്ചാ റെസ്റ്റോറന്റ് തീമും ലാൻറ്റേൺസ് തന്നെയാണ് ഹൊയാനില്. സോ ഇതിന്റെ ബാബ റെസ്റ്റോറന്റ് ആണ് പേര്. ഐ തിങ്ക് സോ. ഇവിടുത്തെ ഫുഡ് ഭയങ്കര പോപ്പുലറുമാണ്. എന്താ അച്ചാറ്, മറ്റേ ഇത് നമ്മളെന്താ മിന്റ് ചട്നി, മാംഗോ പിക്കിള്, സവാള. ഇനി ബിരിയാണിയില്ല, അച്ചാറും കൂടെ ഇട്ട് ഒന്ന് പിടിക്കണ്ടേ. ഞാൻ വിയറ്റ്നാമീസ് റെസ്റ്റോറന്റിൽ പോകാനായിരുന്നു പ്ലാൻ. പപ്പടമൊന്നുമില്ല. നോക്ക്, ബിരിയാണി ഓൺ ജാനുവരി 1st പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ല കട്ടി സാലഡും കിട്ടിയിട്ടുണ്ട്. വേറൊരു ഗ്രേവി ഉണ്ട്. നല്ല വറുത്ത സവാളയും ഏലക്കയും നല്ല ലോങ് ഗ്രെയിൻ റൈസും നല്ല മണമുള്ള ചിക്കൻ ബിരിയാണി. പോരെ, നീർ പൊളിച്ചോ?
പ്രിയക്ക് പോരായിട്ട് അതെ പപ്പടം ചോദിച്ചിട്ട് പപ്പടം അവർ കൊണ്ടുവന്ന് കൊടുത്തു. ഇനി പുഴുങ്ങിയ മുട്ടയും കൂടെ വേണം കിട്ടിയത് വെച്ച് കഴിക്കാനുള്ളതിന്. പക്ഷെ ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ. ഇവിടെ ഗ്രേവി തൊട്ട് സാലഡ് തൊട്ട് ബിരിയാണി പാനിൽ ചെയ്തെടുക്കുന്നതാണ്. ഓബിയസ്ലി ദമ്മും അതൊന്നുമല്ല. പക്ഷെ ബിരിയാണി മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും പൊട്ടയൊന്നും പറയില്ല അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാം തീയതി പായസം വേണ്ട പ്രിയ? അതുകൊണ്ട് പായസം ഇല്ലാതെ എന്ത് ജനുവരി എക്സ്പെക്ട് ചെയ്താ വല്ല എക്സ്പെക്ട് ചെയ്താ നമ്മുടെ ലൈഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോ കിട്ടുന്നതാണ് നമ്മുടെ ലൈഫ്. ഓ ഫിലോസഫർ പ്രിയ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലത് വാക്ക് പറഞ്ഞല്ലോ. ഒന്നാം ബിരിയാണി കഴിച്ചു, പായസം കുടിച്ചു. നീ നടക്കാൻ വയ്യ. എനിക്ക് തോന്നി ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുമ്പോ ഇതൊന്നും വാങ്ങിത്തരാത്ത. കണ്ടാ ഇനിയിപ്പോ ഇതിന്റെ അകത്ത് കേറുമ്പോ ഉണ്ടല്ലോ യു വിൽ ബി മെസ്മറൈസ്ഡ്. പോയാൻ കറക്റ്റ് ടൈമാ 4:30 ഇതിന്റെ അകത്തേക്ക് കയറേണ്ടത്. ഓൾഡ് ടൗൺ. പിന്നെ വേറൊരു ഫേമസ് തിങ് ആണ് ലെതർ. അവര് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ഷൂവും ചെരുപ്പും എല്ലാം ഉണ്ടാക്കി തരും. ഇവിടുന്ന് ഒരുപാട് ഇന്ത്യൻസ് പ്രിയ മലയാളീസ് ലെതർ ഷൂസ് ലെതർ ചെരുപ്പുകൾ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങണോ? നിങ്ങൾ ഇതുപോലെ കുറെ യെല്ലോ കളർ ബൂട്ട്സ് കാണുവേ. ഇത് നമുക്ക് ഓൾഡ് ടൗണിലേക്ക് പോകാൻ വേണ്ടി വേണ്ട, പക്ഷെ ചില സ്ഥലത്തേക്കൊക്കെ കേറാൻ വേണ്ടി ടിക്കറ്റ് വേണം. എന്താ പ്രിയക്ക് എവിടെയെങ്കിലും ഫോട്ടോസ് എടുക്കണം. ഇപ്പൊ എന്ത് രസം നോക്കിക്കേ. ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ ഓൾഡ് ടൗൺ ഓഫ് ഹൊയാൻ. ഓ ഒരു ഫീല് തന്നെയാട്ടോ ഇവിടെ വരുമ്പോ. ലിറ്ററലി ആ ട്രാൻസ്പോർട്ടഡ് ടു ദിസ് ഓൾഡ് ടൗൺ. ഇതിന് സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഈ ഹൊയാൻ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് ഒരു ഇതുപോലെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പക്ഷെ ഇവിടെ ചൈനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ജാപ്പനീസ് ഇൻഫ്ലുവൻസ് ഉണ്ട്, യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആക്ച്വലി പണ്ടത്തെ കാലത്ത് ഇതൊരു പോർട്ടിന്റെ സ്ഥലമായിരുന്നു ഹൊയാൻ. പക്ഷെ പിന്നെ പോർട്ടും അതൊക്കെ ഇവിടെ നിന്നപ്പോൾ ഇവർ ലൈഫ് ഭയങ്കര സ്ലോ ആയി, ടൗൺ ഭയങ്കര ഡള്ളായി. പിന്നെ ടൂറിസം കൊണ്ടാണ് ഇവർ ഭയങ്കരമായിട്ട് കയറി വന്നത്. സോ ഇപ്പോഴും വളരെ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സും ഏരിയാസ് ഒക്കെ കാണാം. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ദ ലാന്റേൺ ടൗൺ ഓഫ് വിയറ്റ്നാം. നമ്മൾ വന്നപ്പോഴേ നല്ല വെതറാ. കഴിഞ്ഞ തവണ ഞാനും അന്തും ജെഫ്റ്റും കൂടെ വന്നപ്പോ ആ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 42 ഡിഗ്രി ആയിരുന്നു. അതിലാണ് അന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്തത്. നൗ ഇറ്റ്സ് സോ പ്ലസന്റ്. നോ, എത്ര വേണമെങ്കിലും നടക്കാനുള്ള ഒരു ഫീല്. ഡിസംബർ വരാൻ നല്ലതാ, ബെസ്റ്റ് സ്ഥലോ. ഡിസംബർ എൻഡില്ല, അല്ലെങ്കിൽ മഴയാ. ഹൊയാനിൽ വന്നിട്ട് ഏൻഷ്യൻ ടൗണിലേക്ക് കയറുക. പിന്നെ മാപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് വാക്ക് അറൗണ്ട് ആൻഡ് എക്സ്പ്ലോർ. ഇതുപോലെ ചെറിയ ബൊട്ടീക്സ്, ചെറിയ കഫേസ്, കോഫി ഷോപ്സ്, മസാജ് പാർലേഴ്സ്. അതിനും കൂടെ വേറൊരു അഡ്വാൻറ്റേജ്, വിയറ്റ്നാമില് അറിയാലോ ട്രാഫിക് ഇസ് ക്രേസി. ഇതൊരു പെഡസ്ട്രിയൻ ഉള്ള ഏരിയയും കൂടിയാണ്. നമ്മളെ ചൈനയിൽ പോയപ്പോ ഇതുപോലെ ഒരു കനാലിൽ പോയി ഓർമ്മയുണ്ടോ? അത് വേറെ ലെവൽ ടൗൺ ആണ്, കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഏകദേശം അതുപോലെ ഉണ്ട്. അതെങ്ങനെയാ കാണിക്കാൻ നിങ്ങളെ? ഇവിടെ മൂണുണ്ടെന്ന്, സണ്ണാണെങ്കിൽ മൂണുണ്ടെന്ന്. ടൂറിസ്റ്റ് എൻകറേജ് ആയിട്ടുണ്ട്. പാട്ടുണ്ട് ഇവിടെ, കംപ്ലീറ്റ് സ്പീക്കേഴ്സ് വെച്ചിട്ടുണ്ട് ഈ ഓൾഡ് ടൗണിൽ മൊത്തം. ആസ്വദിച്ചു പോവാം. ഭയങ്കര രസമല്ലേ പോയാൻ? ഞാൻ കണ്ടു അത് കഫേ വീട്. എല്ലാ ഷോപ്സും ഇവിടെ ഉള്ളതുണ്ടല്ലോ. ഇതുപോലെ നമുക്കൊരു ഓൾഡ് അല്ലെങ്കിൽ ഒരു ഡിസൈനർ വൈബ്. ഒരു ഫോർട്ട് കൊച്ചി ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു ഫോർട്ട് കൊച്ചി ഫീൽ ഉള്ള. അതെനിക്കൊന്ന് ടൂറിസ്റ്റ് വരുന്നോണ്ടായിരിക്കും. അല്ല, ബിൽഡിങ്സിന്റെ കളേഴ്സ് ഒക്കെ ഒരു ഇത് അങ്ങനെയല്ലേ, സ്ട്രക്ചറും കളേഴ്സ് ഒക്കെ. ആക്ച്വലി ജാപ്പനീസ് ബ്രിഡ്ജ് എന്ന് പറയാം. നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയാൽ മതി ടൂർ. ഇതൊരു 16th സെഞ്ചുറിയിലെ ജാപ്പനീസ് ഒരു ചെറിയൊരു ഫുട് ബ്രിഡ്ജ് ഉണ്ടാക്കിയതാണ് ഈ കനാൽ ക്രോസ് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ ഏൻഷ്യൻ ടൗണിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡ് മാർക്കും മെയിൻ ഡെസ്റ്റിനേഷനുമാണ്. പക്ഷെ ഇപ്പൊ ഒരു 500 years ആയി കാണും. കേറിക്കോ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത് ഭയങ്കര ലക്കിയാണ്. അത് എസ്പെഷ്യലി ജാനുവരി 1st. അതാ ഇത്ര തിരക്കുണ്ട. ഇവിടെയൊക്കെ രാത്രി വേറെ വൈബാണ്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ബട്ട് ദെൻ കേറി ക്രോസ് ചെയ്തോ. തൊഴുതൊട്ട് വേണേ ക്രോസ് ചെയ്യാൻ. തൊഴുതോ? തിരക്ക് നോക്ക്. ഞാൻ ഇന്ന് തിരക്ക് കുറവാന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇറ്റ് ഇസ് സോ ക്രൗഡഡ്. അത് നൈറ്റ് മാർക്കറ്റ് ആണ്. രാത്രി ആകുമ്പോൾ കുറച്ചും കൂടെ രസം കാണും. ഞങ്ങൾ കുറച്ചും കൂടെ ഈ ഓൾഡ് ടൗണിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കിയൊക്കെ കാണിക്കാമേ. ഉണ്ടല്ലോ ഇവിടുത്തെ ഒരു പഴയ മെർച്ചന്റിന്റെ വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇത് വേണമെങ്കിൽ നമുക്ക് കയറി കാണാം. അതിന് ഒരു ചെറിയ പൈസ എന്തോ ഉണ്ട്.
പക്ഷെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വരുന്ന എല്ലാവരും ഈ ആംബിയൻസും ഈ ഒരു ഷോപ്പിങ്ങും ഒരു കഫേ കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. വീട് കാണാൻ വേണ്ടിട്ടായിരിക്കും. പക്ഷെ എന്നാലും അതൊരു ടൂറിസ്റ്റ് ട്രാപ്പ് തന്നെയാണ്. കോഫി ഷോപ്പ് ഒരുപാട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന കോഫി കുടിച്ചത്. എന്നിട്ടാണ് എന്നെ കൊണ്ടുപോകാത്ത. എവിടെ? ഇവിടെ. ഞങ്ങള് ബോയ്സ് ഭയങ്കര വൈബല്ലേ പ്രിയ. വിൻഷൈംസിന് വരെ വിയറ്റ്നാമിന്റെ തീം. ഇതൊക്കെ വളരെ യുണീക്ക് അല്ലേ? എത്രയാണാവോ ഇത്? അത് കുറച്ച് വില വരാൻ സാധ്യതയുണ്ട്. 300 രൂപ. പ്രിയക്ക് ബാഗ് തുടങ്ങിയ പിന്നെ, ഓൺ ബാഗ് ബ്രാൻഡ് തുടങ്ങിയ പിന്നെ എന്തെങ്കിലുമൊക്കെ യുണീക്ക് ബ്രാൻഡ്സ് കണ്ടു കഴിഞ്ഞാൽ, യുണീക്ക് ബ്രാൻഡ്സ് അല്ല പാറ്റേൺസ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങി അതെങ്ങനെയെങ്കിലും ഷോപ്പിലേക്ക് കൊണ്ടുവരണം അല്ലേ? അതങ്ങനെ ആയിരിക്കണ്ടേ? അപ്പൊ അതങ്ങനെ ആയിരിക്കണം. എല്ലാ സ്ഥലവും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ടുവരണ്ടേ? എന്തായി? ഞാൻ പറഞ്ഞ എനിക്ക് നല്ല സാധനങ്ങൾ കിട്ടും. കാണിക്ക ആൾക്കാരെ മനസ്സിലായോ? എല്ലാരും പറയട്ടെ. കണ്ടാ ഞാൻ സെലക്ട് ചെയ്താണ്. സെലക്ട് ചെയ്തതൊക്കെ ഓക്കെ. ഞാൻ നല്ലത് കണ്ടാ നല്ലതെന്ന് പറയും. അല്ലാതെ ഒരുമാതിരി ജോക്കർ പോലത്തെ ഡ്രസ് ഇട്ട ഞാൻ ജോക്കർ എന്ന് പറയും. എല്ലാം ഇടണം. See, this suits you. This is classy. ആണോ? നോക്ക്, ഇത് നല്ലതല്ലേ? ഇതന്നെയാണ്. ലിനനാണ് ഇത്. നിങ്ങൾ ഇവിടെ വന്ന് ബാർഗൈൻ ചെയ്ത് വാങ്ങുവാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇന്ത്യൻ റുപ്പീസ് 2000 രണ്ടും കൂടെ കേട്ടാ. അതിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കണ്ട. 600 ഇവരുടെ 6 ലക്ഷം രൂപ. നല്ല ക്ലാസി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് സൂട്ട് ചെയ്യുന്നത്. പിന്നോട് ഇന്നലെ വാങ്ങിയ ഷൂസ് ഇട്ടാലോ? അതിനോട് മറ്റേ എന്റെ പുതിയ അല്ല അട്ടിസോ വാച്ച് ഇടണം. അതെ, നല്ലായിരിക്കും. പ്രിയ ആർട്ട് ഗാലറി ഒക്കെ എന്തൊരു ഈസ്തെറ്റിക് അല്ലേ? എവ്രി കോർണർ ഇസ് ബ്യൂട്ടിഫുൾ ഇൻ ഹോയാൻ. വെറുതെ അല്ല ഇത്രയും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റ് ഇവിടെ വരുന്നത്. സോ ബ്യൂട്ടിഫുൾ, ഇറ്റ് സോ ബ്യൂട്ടിഫുൾ. ഇതിന്റെ അപ്പുറത്തെ ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രിയ കയറും, കുറച്ച് പൈസ പൊട്ടിക്കും ചെയ്യും. നോക്കെന്താണ് യുവർ ടൈം. റിയൽ ജ്വല്ലറി ആവാനുള്ള സാധ്യതയുണ്ട്. റിയൽ സിൽവർ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാ കയറണ്ടാവാ, നോക്കിട്ട് പോവാം. ഇതുമാതിരി എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ? പാറ്റേൺസ് കോമൺ പാറ്റേൺസ് ഗോവയിലൊക്കെ കിട്ടുവോ ഈ ടൈപ്പ്? എന്നാ ഇറങ്ങി ഗോവയിൽ പോയി വാങ്ങാം. നോക്കട്ടെ. തടിയല്ല, ബാംബൂന്റെ ബാഗ്. കൊള്ളാലോ. ഇതൊക്കെ പക്ഷെ ഹാൻഡ് മെയ്ഡ് ആട്ടാ. ഇതൊന്നും മറ്റേ ഫാക്ടറി മെയ്ഡ് അല്ല. ഇതെല്ലാവരും ഇരുന്ന് ഹാൻഡ് മേക്ക് ചെയ്യുക ഇങ്ങനത്തെ ബാഗ്സ് എല്ലാം. ഇത് മാഗ്നറ്റ് ആണോ? ആയിരിക്കും. വാങ്ങായിരുന്നു നമുക്ക്. വിയറ്റ്നാമിന്റെ. ഞാൻ നേരത്തെ വന്നപ്പോ ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ദിസ് ഈസ് ക്രേസി. ആ ബ്രിഡ്ജിനൊക്കെ തിരക്ക് നോക്ക്. കോഫി ഷോപ്പ് എവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടില്ല എന്ന് തോന്നുന്നു. ന്യൂ ഇയർ കഴിഞ്ഞല്ലോ, എന്തൊരു റഷാ നോക്ക്. അയ്യോ, രാവിലെ കാലിയായിരിക്കും. ഇതുപോലെ ഒരു 5 മണി ശേഷം നല്ല തിരക്കായിരിക്കും. ടൂ ക്രൗഡഡ്. എന്നെ സമ്മതിക്കണം കേട്ടോ, അവിടെ ഇരിക്കുന്ന ഫോറിനേഴ്സിനെ പ്രിയ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞ അവരെ വെറുപ്പിച്ച് എഴുന്നേപ്പിച്ച് വിട്ടതിരിക്കുവാണേ പ്രിയ. കാരണം ഇത് എന്നാലും കഫേയിലൊക്കെ ആൾക്കാർ കഴിഞ്ഞാലും ഇരിക്കും. പിന്നെ പറ്റില്ല. അപ്പൊ ഇതേന്റെ ബാക്കിയുള്ളവരും വന്ന് പറയും എഴുന്നേറ്റ് കൊടുത്തോണം. എല്ലാരും ഒടിച്ചു. കാരണം ഇത് ഇവിടത്തെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു കോഫിയാണ് ഹോയാൻ റോട്ടേസറി എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ഇരുന്ന് കഴിച്ചാൽ ഇറ്റ്സ് എ പ്രൈം ലൊക്കേഷൻ ഫോർ പീപ്പിൾ വാച്ചിങ്. ഹോയാൻ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ആണല്ലോ, സോ ഇറ്റ്സ് എ പ്രൈം ലൊക്കേഷൻ ഫോർ പീപ്പിൾ വാച്ചിങ്. ദ ബെസ്റ്റ് പ്ലേസ് ടു ഡ്രിങ്ക് കോഫിയാണ്. മെനു കാർഡിന്റെ ഈ തൊപ്പിയില്ലേ, ഇതിന്റെ അടിയിൽ ലൈറ്റാ. എന്തല്ല ഈ ഡീറ്റെയിലിംഗ്. ഞാൻ ഈ ഡീറ്റെയിലിംഗ് എല്ലാം നോക്കും കേട്ടോ, കാരണം ഇതൊക്കെയാണ് ഒരു സംഭവത്തിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് സച്ച് എ ക്യൂട്ട് ഡീറ്റെയിൽ. ഞാൻ വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ തായ്ലൻഡിനോട് പുച്ഛം തുടങ്ങി തോന്നിയില്ലേ? ഇഷ്ടമാണ് നമുക്ക് ഓബിയസ്ലി തായ്ലൻഡ്, അടിപൊളിയാണ്. പക്ഷെ തായ്ലൻഡ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്നറിയോ, എല്ലാം ഭയങ്കര ഇതായി പോയി. കൾച്ചർ ഇല്ലാതെ. ടൂറിസ്റ്റ് ഇവിടെ വിയറ്റ്നാം ടൂറിസ്റ്റ്, പക്ഷെ ഇപ്പൊ കൾച്ചറിനെ കാട്ടി കൂടുതൽ എല്ലാ സ്ഥലവും ഒരേപോലെ ആയിപ്പോയി. അതാണ് പറ്റിപ്പോ. ഇപ്പൊ ഫുക്കറ്റിൽ പോയാലും പട്ടായ പോയാലും ബാങ്കോക്ക് പോയാലും ഒക്കെ ഒരു ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം പോകുന്നവർക്ക് ഓക്കെ, എൻജോയ് ചെയ്യാൻ പോകുന്നവർക്ക് ഓക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് വേണ്ടി പോകുന്നവർക്ക് കുറച്ചും കൂടെ മാറി ഹിഡൻ സ്ഥലത്തേക്കൊക്കെ പോകണം. പക്ഷെ ഇത് വിയറ്റ്നാം എന്ന് പറയുന്നത് എനിക്ക് തായ്ലൻഡിനെ കാട്ടി ടൂറിസ്റ്റ് വരും. കാരണം ദലാത്ത് അടിപൊളിയായിരുന്നു, ഹോച്ചിമിൻ സിറ്റി, പിന്നെ ദനാങ് ബീച്ച്, നത്രാങ് അടിപൊളി. ഇപ്പം ഹോയാൻ വേറൊരു വൈബ്. അതാണ്
എല്ലാം കൊള്ളാം. ആൻഡ് എവറിത്തിങ് ഇസ് അഫോർഡബിൾ. അതാണ് ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും എക്സ്പെൻസീവ് കോഫി ഷോപ്പ്. എന്നാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന കോഫിക്ക് ഒരു 180 rupees വരുന്നുള്ളൂ. ബാങ്കോക്ക് ആണെങ്കിൽ ഡബിൾ ആവും. ബാങ്കോക്ക് ആണെങ്കിൽ ഇങ്ങനെ സ്ഥലം ഇല്ലല്ലോ. രസമാണ് നോക്കി ഇവരുടെ കോഫി ഷോപ്പ്. എവറിത്തിങ് ഓവർ ഹിയർ ഇസ് നോട്ട് മോഡേൺ. എല്ലാം അവർ ആ ഒരു പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അവരൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയേഴ്സും മോഡേൺ ഫെസിലിറ്റീസും കൊടുക്കുന്നത്. ഡിസൈൻ എവറിത്തിങ് ഇസ് ആ ഒരു പഴയ ഹൊയാന്റെ ഫീലിംഗ് തന്നെയാണ്. നമുക്ക് ബനാന കേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ കേക്ക് ഉണ്ടോ പോലെയുണ്ട്. കാരണം ഒരു സ്ലൈസ് അല്ലേ. അല്ല ഇത് നോക്ക്, പാവ ചോക്ലേറ്റ്. വേദുവിന്റെ കൈ ഒന്ന് വെച്ചെന്റെ മുകളില് എന്ത് വലിയ സൈസാ. കൈ വെക്കടാ, അപ്പൊ സൈസ് നോക്കാം. നോക്ക്, വേദുവിന്റെ കൈ അത്രയുണ്ട്. എന്നിട്ട് അതിന്റെ 3 ഇരട്ടിയാണ് ഈ ചോക്ലേറ്റ് ബ്രെഡ്. പ്രിയയുടെ ഇതൊരു യൂണീക് ഡ്രിങ്ക് ആയിരിക്കും, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എന്താ കുടിച്ചു നോക്കാം ആദ്യമേ, അത് മിക്സ് ചെയ്യ. ഓ എന്ത് സൈസാന്ന് നോക്ക്. അത് വേദുവിനാണ്. തിക്നെസ് ഒന്ന് ആദ്യമേ കാണിച്ചേ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നോക്ക്, ഓക്കെ തിക്നെസ്. ഇനി കുടിച്ചു നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് വിയറ്റ്നാമിൽ ഈ ഒരു ഡ്രിങ്ക് കാണുന്നത്. കുടിക്കാൻ പറ്റില്ല, കഴിക്കാനേ. എന്താ എന്താന്ന് പറ, മെയിന്ന് പറയാതെ. എഗ്ഗും കോഫിയും അല്ല, എഗ് ഹോട്ട് ചോക്ലേറ്റ്. അത് ആണോ? പക്ഷെ ഹോട്ട് ചോക്ലേറ്റ് കുറവാ കിട്ടുന്നേ. ചോക്ലേറ്റ് ഫ്ലേവർ ഇല്ല. നോക്കട്ടെ, അടിയിലുണ്ടോ നോക്കട്ടെ. ഉണ്ട്, കോഫി ഫ്ലേവർ ഉണ്ടോ? പക്ഷെ എഗ് മേലെ നിൽക്കുന്ന എഗ്. ഇത് എഗ് ഹോട്ട് ചോക്ലേറ്റ് ആണ്. സാധനം വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നോക്ക്, ചോക്ലേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല ഇവിടെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചെറിയ ഗ്ലാസ് അത്രയും ഒരാൾ കുടിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റേ വലിയ മഗ്ഗിലല്ല ആരും കോഫി കുടിക്കാൻ. ഒരുമാതിരി ഒരു ഗ്ലാസ്സിൽ തന്നൂടെ? ഐസ് ഇട്ടാലേ തരുള്ളൂ. വേദനയും കൂടെ ഇതിനേക്കാൾ വലിയ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. എനിക്ക് പ്രിയയുടെ അത് കണ്ടിട്ടുണ്ടല്ലോ, ബുദ്ധിയായിട്ട് വയ്യ പ്രിയ. നിൽക്കുന്ന ചോക്ലേറ്റ് കാണിച്ചത് നോക്കുന്നത്. പക്ഷെ എന്റെ സോൾട്ടഡ് കോഫി അറിയോ, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. ഇത്രയും നാള് വിയറ്റ്നാമിൽ കുടിച്ചതിലെ ബെസ്റ്റ്. തിക്ക്, ക്രീമി, സോൾട്ടി, സ്വീറ്റ്, ജസ്റ്റ് ഡെലിഷ്യസ്. കോൾഡ് പാവ ചോക്ലേറ്റ് അന്നംകാട്ടി ലെവല്. ഭയങ്കര സ്ഥലം കേട്ടോ ഇത്, ഭയങ്കര സ്ഥലം. ഇവിടുത്തെ മെയിൻ ഏരിയ കാണിച്ചു തരാം. അവിടുത്തെ തിരക്ക് നോക്കിക്കോ. ഇതല്ല, ഇത് മെയിൻ ആണ്. മെയിൻ ഏരിയയുടെ മെയിൻ ഏരിയ കാണിച്ചു തരാം. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നോക്കൂ പ്രിയ. എന്താ അല്ലേ, വരണ്ട ഒന്നും കൂടെ ഹൊയാനില്. പിന്നെ ഇനി എല്ലാ വർഷവും വിയറ്റ്നാം ഒരു വർഷം. ന്യൂ ഇയർ നമുക്ക് എപ്പോഴും വിയറ്റ്നാം. സത്യം, അത് അത്ര നല്ലതാണ്. നമുക്ക് എൻജോയ് ചെയ്യാം. നല്ല ക്ലൈമറ്റ് ആണ് അല്ലേ? അധികം ക്രൗഡും ഇല്ല. ക്രൗഡ് കമ്പാരിറ്റീവ്ലി കുറവാ കമ്പയർഡ് ടു തായ്ലൻഡ്. അതെ. വെൽക്കം ടു ദ മെയിൻ ഏരിയ ഓഫ് ഡഡാക്. എന്തുവാ ഇത്? ഈ പൂരോ? വിയറ്റ്നാമിലെ പൂരമാണോ ഇത്? ഏകദേശം. ഹനോയിലെ പൂരോ? ഹനോയ് അല്ലല്ലോ ഇത്, ഹൊയാൻ. സോ ഇതിനാണ് എല്ലാരും ഹൊയാനിലേക്ക് വരുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ ഈ ബോട്ടിൽ കയറണം എന്ന്. വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ല, ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു 450 രൂപയായിരിക്കും ഒരു ചെറിയ ഒരു 2-5 minutes ബോട്ട് റൈഡ്. ജസ്റ്റ് ടു ക്രൗഡഡ് പോയ, പക്ഷെ വന്ന് കാണാൻ നല്ല എക്സ്പീരിയൻസാ. ഇതിലൊന്നും കയറണം എന്ന് എനിക്കത് പേഴ്സണലി തോന്നുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ ഇവിടെ കാണിക്കാം. But the vibe, it just is different. പക്ഷെ I don't know, ഇപ്പൊ എനിക്കൊന്നും പട്ടായയിലൊന്നും അല്ല ടൂറിസ്റ്റ്, ഇവിടെയാണ് ടൂറിസ്റ്റ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻസ് കുറവാ. ഇങ്ങനെ ഒരു സാധനം പറപ്പിക്കണ ഒരു സ്ഥലം ഉണ്ടല്ലോ, അത് ബാങ്കോക്ക് അല്ല, വിയറ്റ്നാമില് എപ്പോഴും കാണൂല ഒരു വൈറ്റ് ലാമ്പ്. വിയറ്റ്നാമിലല്ല അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ, ഇങ്ങനെയൊന്ന് നോക്കുമ്പോ ഭംഗിയുണ്ട് കാണാനല്ലേ. രാത്രിയാണ് ഇവിടെ സംഭവം കേട്ടാ, അതുവരെ വലിയ സംഭവം ഇല്ലായിരുന്നു. രാത്രി ആവുമ്പോഴാണ് ഇവിടുത്തെ ഒരു ടോട്ടൽ വൈബ് മാറുന്നത്. ആ സൈഡിൽ മൊത്തം റെസ്റ്റോറൻറ്റ്സാ, പക്ഷെ ഈ സൈഡിൽ മാർക്കറ്റ്സാ. ആ സൈഡിൽ. സോ ഇതാണ് ആക്ച്വലി ലാൻഡോൺ ടൗൺ. ഇവിടെ നമ്മൾ മാർക്കറ്റ് എൻട്രൻസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാം. പ്രിയനും ഏതൊരു ഒന്നേ മാറ്റി നിർത്തി മാർക്കറ്റിന്റെ ജസ്റ്റ് ഒന്ന് വ്ളോഗ് എനിക്ക് എടുക്കാമല്ലോ, എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം. അത്രയും തിരക്കാട്ടെ, എല്ലാവരുമായിട്ട് പോകാൻ പോലും പറ്റുന്നില്ല.
ആണ് ആക്ച്വലി ഹോയാൻ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയാം. ഈവനിങ് ആകുമ്പോഴാണ് സെറ്റപ്പ് ആവുന്നത്. സോ ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും വേണ്ടാത്ത ഐറ്റംസാണ്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങുന്ന ടൈപ്പ് സാധനങ്ങളാണ്. സോ യു ഗോട്ട് ഓൾമോസ്റ്റ് ഒരു തായ്ലൻഡ് പോലത്തെ മാർക്കറ്റ് പോലെയാണ്. സോ യു ഹാവ് ആനിമേ, യു ഹാവ് ക്ലോത്ത്സ്, ബാഗ്സ്, ഫുട്വെയർസ്, അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. ഇത് നമുക്കൊരു ബാങ്കോക്ക് ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഒത്തന്റിക് ആയിട്ടുള്ള ഐറ്റംസ് ഇല്ല, അതൊക്കെ ആക്ച്വലി ഓൾഡ് ടൗണിൻ്റെ അവസ്ഥ. ഇത് ആക്ച്വലി തായ്ലൻഡിലെ സ്ട്രീറ്റ് മാർക്കറ്റ് പോലത്തെ സെറ്റപ്പ് ആണ്. സോ കുറച്ച് ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ്, പിന്നെ കുറച്ച് ഫേക്ക് ബാഗ്സ്, പിന്നെ കുറച്ച് മറ്റേ ബാംബു ബാഗ്സ്, ബാലി ബാഗ്സ്, ആ ഒരു ഫീലിംഗ് തന്നെയാണ്. മാർക്കറ്റിന്റെ ഒരു നൈറ്റ് മാർക്കറ്റ് വൈബ് ഉണ്ട്, പക്ഷെ ഒരു ഒത്തന്റിക് ഹൊയാൻ വൈബ് കുറവാണ് ഇവിടെ. അതിന്റെ ഓൾഡ് ടൗൺ തന്നെയാണ് നല്ലത്, പക്ഷെ ഇവിടെ വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് ഫൺ ഓവർ ഹിയർ. ഇതൊന്നല്ല കേട്ടോ, അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ്. നമ്മൾ ബാങ്കോക്കിലും അവിടെയൊക്കെ കാണുന്ന പോലെ തന്നെ വലിയൊരു മാർക്കറ്റാണ്. അല്ലാതെ ഒരു 10-20 കട ആ സെറ്റപ്പ് ഒന്നും അല്ല. ഇറ്റ്സ് എ പ്രോപ്പർ ഹ്യൂജ് നൈറ്റ് മാർക്കറ്റ്. നമുക്കൊരു 1-2 മണിക്കൂർ സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും സ്പാ ആണെങ്കിലും എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ്, നോട്ട് ബൈ ടു മച്ച്. ഒരു സ്പായ്ക്കൊക്കെ നാട്ടിലത്തെ ഒരു 500-600 റുപ്പീസ് ആണെങ്കിൽ ബാക്കിയുള്ളടത്ത് ഇവിടെ ആണെങ്കിൽ ഒരു 750-800. സോ ഒരു 200 രൂപ, 100-150 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ബട്ട് ദെൻ ആംബിയൻസും എല്ലാം അടിപൊളിയാണല്ലോ. കണ്ടു വന്ന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം എൻജോയ്മെന്റ്, ജസ്റ്റ് ടൂ ക്രൗഡ്. നമുക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും ഒന്നും തള്ളുവാണ്. പക്ഷെ ആ ഓൾഡ് ടൗണിൻ്റെ അകത്ത് പിന്നെയും വലിയ കുഴപ്പം. ഈ മാർക്കറ്റ് ഏരിയയിലാണ് ഇത്രയും പ്രശ്നം. ബോട്ടിന്റെ ഒക്കെ എനിക്കറിയില്ല. ഈ തിരക്കില്ല, കിട്ടില്ല. എങ്ങനെ എടുക്കാനാ? കിട്ടില്ല. വിയറ്റ്നാമിലെ ഏറ്റവും പോപ്പുലർ സംഭവം ഞാൻ കണ്ടതിൽ ക്രോക്സാ. ക്രോക്സ് കംഫർട്ടബിൾ ഒന്നും അല്ല. എന്നോട് കൊറേ വാങ്ങി കൂട്ടിട്ടുണ്ടല്ലോ. അത് മാത്രമേ ഉള്ളൂ. You look like a macri. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാച്ചിങ് ഉണ്ട്. ഹൊയാനി വന്നിട്ട് ഇത്രയും അധികം സാധനങ്ങൾ ഉണ്ടായിട്ട് പ്രിയയുടെ നോട്ടം ഇതിലേക്കൊക്കെയാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഹൊയാനി ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഫേമസ് അല്ല ലെതർ ഇതിനും ലെതർ ഷൂസിനും, ലെതർ ബാഗ്സ് ആൻഡ് ലെതർ ഷൂസ്. ഇവന്റെ ബാക്ക് പാക്സ് ലുക്സ് വെരി നൈസ്. നല്ല പൈസ ആയിരിക്കും. ഇല്ലേ? 3500 രൂപ. പക്ഷെ ലെതർ ലാസ്റ്റ് ചെയ്യില്ല. അതല്ല നമ്മൾ ഷോപ്പിൽ ലെതർ വിൽക്കാത്ത. ഇന്ത്യൻ ക്ലൈമറ്റ്സിൽ ലെതർ ഭയങ്കര പാട്, അൺലെസ് അത്രയും റിച്ച് ആയിട്ടുള്ളവർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് സണ്ണും മോയ്സ്ചറൊന്നും അടിക്കാതെയൊക്കെ. റഫ്യൂസിനും പറ്റില്ല. എടുത്തോണ്ട് ഞാനും ഒരെണ്ണം എടുത്തു. കാരണം 1-ാം തീയതി ആയിട്ട് പ്രിയയുടെ ഇന്ന് പൈസ കുറച്ച് പോട്ടേത് ആലോചിച്ചിട്ടാ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ 1-ാം തീയതി ആയിട്ട് എനിക്കായിരിക്കും മിക്കവാറും എല്ലാം കിട്ടാനുള്ള ഭാഗ്യം കേട്ടാ. പക്ഷെ അത് പൈസ നേരത്തെ കൊടുത്തല്ലേ. 1-ാം തീയതി സ്പെൻഡ് ചെയ്ത് എനിക്ക് കിട്ടണം. ഈ കൊല്ലം മൊത്തം പ്രിയയുടെ അതിന് പോവും, എനിക്ക് മൊത്തം കിട്ടും. ഈ കൊല്ലം അങ്ങനെയായിരിക്കും. എടുത്തതെ ഞാനൊരു സ്കിഡിലെ സൈഡ് ബാഗ് എടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ ബഫലോ ലെതർ ബാഗ്. ഇത് ആക്ച്വലി ഡെഡ് ബഫലോസ് സ്കിന്നെ അവർ ഉപയോഗിക്കുന്നത്. സ്ട്രാപ്പുമാണ്. ലൈക്ക് നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ കുറേ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, പക്ഷെ അതൊക്കെ നമുക്കൊരു എന്താ പറയുന്നത്, ഇപ്പം ഒരു കോമൺ ആയി തുടങ്ങി. പക്ഷെ ഇത് വളരെ യുണീക്ക് അല്ല, ഹാൻഡ് മെയ്ഡ് സംഭവം. നല്ല സ്പേസും ഉണ്ട്. സൂക്ഷിക്കണം, ലെതർ ആയതുകൊണ്ട് നനഞ്ഞാലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ദിസ് ലുക്ക് സോ കൂൾ. നോ ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ. If Indians come, you give discount. Yeah, she gives good price. Okay, so don't bargain much. No, you have good price. Yeah, but no credit card charge. മുതലാളി അവിടെ ഇരിക്കുന്നു. മുതലാളിനെ മറന്നോ? ബാ, ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് വേണമെങ്കിൽ നല്ല ചെരുപ്പ് വേണ്ട ലെതർ. ഇന്ന് 1-ാം തീയതി, ഇനി എല്ലാ ദിവസവും ഒന്നും വേണ്ട. ഈ ഒരു വർഷം മതി. ഒരു ആയുഷ്കാലത്തിലേക്കുള്ള ഗിഫ്റ്റ് ഈ വർഷം എനിക്ക് കിട്ടും. നോക്കിക്കോ. ഇല്ല, അമ്മ ഇല്ലാതെ
അമ്മ ഇല്ലാതെ ഞങ്ങള് ട്രിപ്പിന് പോകാന്നുള്ള സന്തോഷത്തിലാണ്. അതിപ്പോ പ്ലാൻ ചെയ്താ. ആ ബോയ്സ് കണ്ട, ബോയ്സ് ട്രിപ്പ് ഒരു ബോയ്സ് ട്രിപ്പാ. രാത്രിയൊക്കെ റെസ്റ്റോറൻറ്റ്സിന്റെ ആംബിയൻസ് കണ്ട, ഇറ്റ്സ് ജസ്റ്റ് സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ പ്ലേസ് കേട്ടാ. ഒരു ചെറിയ ലൊക്കേഷൻ അല്ലല്ലോ, ഈ ഫുൾ ഓൾഡ് ടൗൺ ഇസ് സോ ബ്യൂട്ടിഫുൾ. എവിടെ പോയി ഇരുന്നാലും നല്ല വൈബും നല്ല കാമും ആൻഡ് നോട്ട് വെരി വെരി എക്സ്പെൻസീവ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റേ അല്ല. നിങ്ങൾ വന്ന് കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് എൻജോയ് ചെയ്യുമ്പോൾ അറിയാം. ഇറ്റ്സ് ജസ്റ്റ് എ മാജിക്കൽ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊയാനാണെങ്കിലും ദലാത്താണെങ്കിലും ഒക്കെ ഇറ്റ്സ് ട്രൂലി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ശരിക്കും നമ്മൾ വന്ന് എൻജോയ് ചെയ്യണമാണ് ഇപ്പം ഈ ഒരു റേറ്റിൽ നിൽക്കുന്ന ടൈമിൽ. ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് സുവനിയർ ഷോപ്പാണ്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈക്ക് 18th century ബിൽഡിംഗ് ആണ്. ആൻഡ് ജസ്റ്റ് സീ ദിസ് സോ വെൽ പ്രിസർവ്ഡ്. നോ, ദ സ്പൈസ് റൂട്ട് എന്നാണ് പേര്. ഇതൊക്കെ കുറച്ച് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ് ആണ്, ബട്ട് സ്റ്റിൽ അങ്ങനെ ചില കുറേ റെസ്റ്റോറൻറ്റ്സും ബിൽഡിങ്സും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട സ്ഥലം എക്സ്പെൻസീവ് ആണ്. പക്ഷെ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന്. പക്ഷെ നമുക്കൊരു 1-ാം തീയതി ആയിട്ടൊരു സർപ്രൈസ് കൊടുക്കണ്ടേ. ബിരിയാണി സർപ്രൈസ് കൊടുത്തു, ഇവിടെ തന്നെ കഴിക്കാമെന്ന് പറയാം. ഹലോ, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ആണ്, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ പ്ലേസ് ആണ്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറിയാൽ വില പറഞ്ഞ് ഐ മീൻ നമുക്ക് എവിടെയെങ്കിലും ലൈറ്റായി കഴിച്ചാൽ പോലും. ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതല്ലേ എന്നൊക്കെ പറയാൻ വന്നതാ. പക്ഷെ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്ത് മുകളിൽ പോയിക്കോ. നേരെ ലേക്ക് സൈഡ്. പക്ഷെ സ്റ്റെപ്സ് കയറണം, കുറച്ച് പാടാ. കാര്യമായിട്ട് പറഞ്ഞ ട്രൈ ചെയ്യ്. ലേക്ക് സൈഡ് കിട്ടി, ഞാൻ വന്നപ്പോഴേ ബുക്ക് ചെയ്തു ഇത്. ഓ എന്നിട്ടാണ് 1-ാം തീയതി ആയിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ പൈസ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അന്നൊക്കെ റെസ്റ്റോറന്റ് ഫീൽ തന്നെ വേറെയാണ്. ഈ മതിലിന് മറ്റേ പഴയ രീതിയിൽ ചെടിയും മോസൊക്കെ പിടിച്ച് വളർന്ന് കിടക്കുന്ന അതിന്റെ മുകളിൽ കംപ്ലീറ്റ് ഒരു വുഡൻ കഫേയുടെ വുഡൻ ബിൽഡിങ്ങിന്റെ ആംബിയൻസ് ആണ്. ഹിയർ യു ഹാവ് എ കോഫി കൗണ്ടർ വിച്ച് ഇസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ലൈവ് നല്ല ക്ലാസിക് പിയാനോ മ്യൂസിക് വിച്ച് ഇസ് ഗോയിങ് ഓൺ. ആൻഡ് ദെൻ യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ഏരിയ. ഒരു പിയാനോ ബാർ, ലോഞ്ച് ബാർ ഒക്കെ പോലത്തെ ഒരു ഏരിയ ആണ്. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ഇറ്റ്സ് എന്താ പറയുന്നത്, ഡോർവേ ടു ഹെവൻ എന്ന് പറയുന്ന പോലെ. നേരെ നമ്മൾ ഇവിടുന്ന് പോയി വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ദ വ്യൂ ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ റിവർ. ഗണപതിയുടെ വയറുണ്ട് കഴിക്കാൻ. ഗണപതിയുടെ വയറ് അത്ര ബിഗ് വയറ്. അതെ, കഴിച്ച് അത്രയും ബിഗ് ആയി. കഴിച്ചിട്ട് ടേസ്റ്റ് ആണോ അതോ ഹൈപ്പ് ആണോ എന്ന് പറഞ്ഞാൽ മതി. എന്ത് 1-ാം തീയതി പൊളിച്ചോ? വിയറ്റ്നാമീസ് ഫുഡും കഴിച്ചു, നല്ല യുണീക്ക് സാധനം എഗ് കോഫി കുടിച്ചു, മറ്റേ ബിരിയാണി കഴിച്ചു, ഹോട്ട് ചോക്ലേറ്റ്, സോറി എഗ് ഹോട്ട് ചോക്ലേറ്റ്. ആൻഡ് ലാസ്റ്റ് കൊള്ളാമോ? ഇപ്പോൾ ഫുൾ ഡേ സെറ്റ് അല്ലേ? ഈ വർഷം പ്രിയയുടെ തീറ്റ വർഷമായിരിക്കും. അതെ. ആൻഡ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് റൂമിലേക്ക് പോവാണ്. വാട്ട് ആൻ അമേസിങ് പ്ലേസ് പോയാൽ. ഈ സ്ഥലവും സ്പൈസ് റൂട്ട്സ് എന്നാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം. ആൻഡ് ബാക്കി റൂമിലെത്തിയിട്ട് കൺക്ലൂഷൻ എടുക്കാവേ. ലുക്ക് അറ്റ് ദിസ് അമേസിങ് ഡിഷ്. ഇത് നല്ല കാരമലൈസ്ഡ് പോർക്ക് ആണ് വിത്ത് സം ഹോട്ട് സ്റ്റീംഡ് റൈസ് ആൻഡ് സം ഗാർലിക് ആൻഡ് ഷാലോട്ട്സ്. അത് ഞാൻ പറഞ്ഞ പോലെ ടോക്സിക്കായ ഉള്ള പ്രിയനെ ഡീടോക്സിനായിട്ട് ഡീടോക്സ് ടീ. ഒച്ചത്തി പറ, കേക്കില്ല. വിയറ്റ്നാമിന്റെ കുഴപ്പമാണോന്ന് അറിയില്ല, വിശപ്പായിരിക്കും എപ്പോഴും. ഗൈസ്, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ബിക്കോസ് ഐ എം സോ ഫുൾ. എനിക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. അതാ, പ്രിയക്ക് വിശക്കുന്നുണ്ട്. അതെ. അല്ലാതെ ഫുഡിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. മരുന്ന് അത്ര സ്ട്രോങ് ആയതുകൊണ്ട്. അതായത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. റിഫ്രഷിംഗ് ആയില്ലേ? ടോക്സിക് ഒക്കെ പോകുന്നുണ്ടോ? ടോക്സിക് കാതിൽ കൂടെ ഒക്കെ പോട്ടെ ടോക്സിസിറ്റി. പ്രിയ ആർമി എന്നൊന്നും പറഞ്ഞ് ഇറങ്ങല്ല കേട്ടാ, ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്. പ്രോർക്കൊക്കെ എടുത്ത് കഴിക്കാം അങ്ങോട്ട്, വിശപ്പ് മാറട്ടെ. വിശപ്പില് ചൂടും അതൊന്നും ഇല്ല. ഫുഡ് ക്വാളിറ്റിക്ക് അടിപൊളിയാന്ന് തോന്നുന്നത്. ഇത് മറ്റേ വിയറ്റ്നാമീസ് ചിക്കൻ റൈസ് വളരെ ഫേമസ് അല്ലേ? ഞാൻ ആക്ച്വലി ഇത് വിയറ്റ്നാമീസ് ഡിഷാന്നേ മറന്നുപോയി. നമ്മളിത് തായ്ലൻഡിൽ കഴിച്ച് ഹയാനീസ് ചിക്കൻ റൈസ് എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഡിഷാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് സോ ദിസ് വിയറ്റ്നാമീസ് ചിക്കൻ റൈസ് വേദുന്. സോ ദാറ്റ്സ് നോട്ട് വെരി സ്പൈസി. ലുക്ക് അറ്റ് ദ ടീ. ഇതൊരു ഡീടോക്സ് ടീ ആണ്. പ്രിയനെ 1-ാം തീയതി ഡീടോക്സ് ചെയ്യിപ്പിക്കട്ടെ. ഫുൾ ടോക്സിക്ക. പ്രിയ ടോക്സിക്ക. യാ
ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഡിന്നറിന്റെ വ്യൂ ഒന്നും കൂടെ കാണിക്കുവാണേ. സൂപ്പർ ഒരു ആംബിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ബോട്ട് ക്രൂസ് പോണെങ്കിൽ ഏകദേശം ഒരു ക്ലോസിംഗ് ഒരു 9:15 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ നിങ്ങൾക്ക് ബോട്ട് ക്രൂസിലും പോകാം. ഫുള്ളി ആൻ എക്സെപ്ഷണൽ ഡിന്നർ വിത്ത് വ്യൂ തന്നെയായിരുന്നു. കിടിലം ഫുഡും ആയിരുന്നു. സോ വാട്ട് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ഓൺ January 1st. ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹൊയാനിൻ്റെ റൂമിലേക്ക് എത്തി. ടാക്സി ഇട്ടാൽ കുറച്ച് വൈകി. സോ അവിടെ വെച്ച് കൺക്ലൂഷൻ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ബട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നിങ്ങൾ കുറേ കണ്ടു കാണും, പക്ഷേ എത്ര വീഡിയോ കൂടെ കണ്ടാലും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹൊയാൻ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ട്രൂലി മാജിക്കൽ. നമ്മളോട് എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കുന്ന ഒരു സ്ഥലമാണ് ഹൊയാൻ. അതിന് ഇത്രയും ടൂറിസ്റ്റ് ആണെങ്കിലും ഇപ്പോഴും ഇറ്റ് ഇസ് വെരി ചാമിങ്. സോ നിങ്ങൾ വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ ഹൊയാൻ ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വിയറ്റ്നാം ടൂറും അതുപോലെ ബാങ്കോക്ക് ടൂറും ചൈന ടൂറും ഒക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് എൻക്വയറി ചെയ്യുക. വി ലുക്കിംഗ് ഫോർവേഡ് ടു ട്രാവലിംഗ് വിത്ത് യു. നമ്മൾ ഒരുമിച്ചുള്ള ഒരു ട്രാവൽ ആയിരിക്കും. ഇറ്റ് വിൽ ബി ലൈക്ക് ട്രാവൽ വിത്ത് ഫാമിലി. ഒരു ടൂർ ഏജൻസി ടൈപ്പ് ട്രാവലേ ആയിരിക്കില്ല. സോ എന്തായാലും ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ്ഡ് ഹൊയാൻ വ്ളോഗ്. നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുപോലെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.